വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ട്രൈബൽ ഹൈസ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. പീരിമേഡ് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ക്ലബ്ബുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് മഞ്ചുവയൽ ട്രൈബൽ ഹൈസ്കൂളിലെ കുട്ടികൾക്കായി ആരംഭിച്ച വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടന കർമ്മമാണ് നടന്നത്. കുട്ടികളിലെ കലാപരമായ കഴിവുകൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ കഴിവുകൾ, സ്പോർട്സ്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങി പഠനത്തിന് പുറമെ കുട്ടികളുടെ കഴിവുകളെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളുകളിൽ വിവിധ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ട്രൈബൽ ഹൈസ്കൂളിൽ നടന്ന ക്ലബ്ബ് രൂപീകരണ ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് അധ്യക്ഷയായിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ P. രാമർ സ്വാഗതം ആശംസിക്കുകയും പീരിമേഡ് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും കുട്ടികളുടെ കയ്യെഴുത്ത് മാസികയുടെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. അല്ലാതെ മറ്റു പല ആവശ്യങ്ങൾക്ക് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ല 20 ക്ലാസ് റൂമുകൾ ആവശ്യമുള്ളപ്പോൾ ക്ലാസ് റൂമുകളുടെ ഒരു അപര്യാപ്തത ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇടുക്കി പാക്കേജിൽ നിന്ന് 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഇടുക്കി പാക്കേജിന്റെ പദ്ധതി അവലോകന മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ഞാനിത് ശ്രദ്ധിച്ചിരുന്നു. ഞാനിവിടെ സ്ട്രക്ചറൽ ഡിസൈൻ പൂർത്തിയായില്ലെന്നാണ് എന്നോട് അന്ന് PWD ഉദ്യോഗസ്ഥ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കണം, എന്നിട്ട് നമുക്ക് അവിടെ സ്കൂളിന്റെ കെട്ടിടപ്പണി ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മണിമേഖല മുഖ്യപ്രഭാഷണം നടത്തി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം നജീബ് തേക്കങ്കാട്ടിൽ, PTA പ്രസിഡന്റ് D. മോഹൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് പീരിമേഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ M. ഗണേശൻ ഉപഭോക്താക്കളുടെ സംരക്ഷണ നിയമം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുകയും ചെയ്തു. യോഗത്തിന് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പരിപാടിയിൽ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും PTA അംഗങ്ങളും അടക്കം നിരവധിയായ ആളുകളാണ് പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.